ചില പുതിയ വിവരങ്ങൾ നമുക്ക് പക്കൽ ഈ ഘട്ടത്തിൽ ലഭ്യമാണ്. വാൻഹായ് 503 എന്ന കപ്പൽ കോഴിക്കോട് തീരത്തുനിന്ന് 144 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് ഉൾക്കടലിലാണ് തീപിടിച്ചിരിക്കുന്നത്. 20 കണ്ടെയ്നറുകളാണ് കടലിൽ വീണു എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന പല പൊട്ടിത്തെറികളും തീപിടുത്തവും ഉണ്ടായി എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 22 തൊഴിലാളികളാണ് കപ്പലിലുണ്ടായിരുന്നത്. നമുക്ക് കൂടുതൽ ചിത്രങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ സ്പെയിനിലേക്ക് നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി എത്തിക്കാൻ കഴിയുന്നതാണ്. കപ്പൽ ഇപ്പോഴും മുങ്ങിയിട്ടില്ല. കപ്പൽ തീ പിടിച്ച നിലയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്നാണ് നമുക്ക് ലഭിച്ച രണ്ടാമത്തെ ചിത്രത്തിൽ നിന്നുകൂടി വ്യക്തമാകുന്നത്. നേവിയും കോസ്റ്റ് ഗാർഡും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. 20 കണ്ടെയ്നറുകളാണ് കടലിൽ വീണിരിക്കുന്നത്. 22 തൊഴിലാളികൾ കപ്പലിലുണ്ടായിരുന്നു. 18 പേർ കടലിൽ ചാടി. രക്ഷാ ബോട്ട് ഉണ്ട് ഈ കപ്പലിൽ എന്നുള്ളതാണ്. ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുന്നു. കപ്പൽ നിലവിൽ മുങ്ങിയിട്ടില്ല. കോസ്റ്റ് ഗാർഡും നേവിയും കപ്പലിലേക്ക് തിരിച്ചിട്ടുണ്ട്. കപ്പലിലെ തൊഴിലാളികളെ കേരള തീരത്ത് എത്തിച്ചാൽ ചികിത്സ നൽകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുവാൻ എറണാകുളം, കോഴിക്കോട് ജില്ലാ കളക്ടർമാർക്ക് മുഖ്യമന്ത്രി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കോസ്റ്റ് ഗാർഡ് അറിയിച്ച പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പക്കൽ ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചിത്രങ്ങൾ കൂടിയാണ് കോസ്റ്റ് ഗാർഡിൽ നിന്നും സംസ്ഥാന സർക്കാരിന് ലഭ്യമായ ചിത്രങ്ങൾ കൂടിയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പുറത്തുവിടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അത് പരിശോധിച്ചാൽ നമുക്കറിയാം കപ്പൽ ഇപ്പോഴും മുങ്ങിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിൽ നിന്നും വലിയ രീതിയിലുള്ള പുകച്ചുരുളുകൾ ഉണ്ടാകുന്നുണ്ട്. കപ്പലിൽ തീപിടുത്തോ അതുപോലെ തന്നെ പൊട്ടിത്തെറിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന വിവരം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ നൽകുകയാണ്. അതായത് കപ്പൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അത്യന്തം അപകടകരമായ സാഹചര്യത്തിൽ തന്നെയാണ് വാൻഹായ് 503 ഉള്ളത്. ഇത് സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലാണ്. പക്ഷേ വാൻഹായ് എന്ന പേരിൽ നിന്ന് ഇത് ചൈനീസ് കപ്പലാണോ എന്ന സംശയങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ വന്നിരുന്നു. പക്ഷേ കപ്പൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സിംഗപ്പൂരിലാണ് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്. കൊളംബോയിൽ നിന്നും ചരക്കുമായി നവി മുംബൈയിലേക്ക് പോയ കപ്പലാണ്. ആ കപ്പൽ നാളെ പുലർച്ചയോടുകൂടി നവി മുംബൈ തീരത്ത് എത്തിച്ചേരേണ്ടതായിരുന്നു. അത്തരത്തിൽ ഒരു കപ്പലാണ് ഈ ഘട്ടത്തിൽ അപകടത്തിലേക്ക് പെട്ടിരിക്കുന്നത്. 20 കണ്ടെയ്നറുകൾ കടലിൽ വീണിരിക്കുന്നു എന്ന വിവരങ്ങളാണ്. അപകടത്തിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ കൂടി 2 ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും ഇപ്പോഴും കപ്പൽ മുങ്ങിയിട്ടില്ല. കപ്പലിൽ നിന്നും വലിയ രീതിയിലുള്ള പുകച്ചുരുളുകൾ ഉയരുന്നുണ്ട്. കോസ്റ്റ് ഗാർഡ് നൽകുന്ന വിവരങ്ങൾ പ്രകാരം കപ്പൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിവരം കൂടിയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത്. കോസ്റ്റ് ഗാർഡ് ഇപ്പോൾ ബേപ്പൂരിൽ നിന്നുകൂടി കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾ പുറപ്പെട്ടിരിക്കുന്നു എന്ന വിവരം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ട്. ഇത് അപകടം സംബന്ധിച്ച കണ്ടെയ്നർ ഷിപ്പിന് തീപിടിച്ചതിനെ തുടർന്ന് ബേപ്പൂർ കോസ്റ്റ് ഗാർഡ് കൂടി അങ്ങോട്ട് പോയിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. 650ഓളം കണ്ടെയ്നറുകൾ ഉണ്ട് എന്ന പ്രാഥമികമായ വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. 22 ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഏറ്റവും അവസാനമായി നമുക്ക് കോസ്റ്റ് ഗാർഡിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ആദ്യം വന്ന വിവരങ്ങൾ പ്രകാരം 40 പേരുണ്ടായിരുന്നുവെന്നും 18 പേർ കടലിൽ ചാടിയെന്നുമാണ്. എന്നാൽ അങ്ങനെയല്ല, 22 ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. അതിൽ 18 പേർ കടലിൽ ചാടി. രക്ഷാ ബോട്ട് ഉണ്ട് എന്ന കാര്യവും ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. സാജു, അതുപോലെ ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഈ അപകടം നടന്ന സ്ഥലത്തിന് അടുത്ത് മറ്റ് കപ്പലുകളോ മറ്റോ ഉണ്ടോ? അക്കാര്യത്തിൽ നമുക്ക് പുതിയ വിവരങ്ങൾ ഒന്നും ലഭ്യമായിട്ടില്ല. നമുക്കിപ്പോൾ കോസ്റ്റ് ഗാർഡിൽ നിന്നും സംസ്ഥാന സർക്കാരിന് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അതുപ്രകാരം കോഴിക്കോട് തീരത്ത് നിന്നും 144 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് ഉൾക്കടലിൽ ആണ് അപകടം ഉണ്ടായിട്ടുള്ളത്. 20 കണ്ടെയ്നറുകൾ കടലിൽ വീണു. പല പൊട്ടിത്തെറികളും തീപിടുത്തവും കപ്പലിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. 22 തൊഴിലാളികൾ കപ്പലിലുണ്ടായിരുന്നു. അതിൽ 18 പേർ കപ്പലിൽ ചാടി. രക്ഷാ ബോട്ടുണ്ട്. ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുന്നു. കപ്പൽ നിലവിൽ മുങ്ങിയിട്ടില്ല എന്നാണ് ഔദ്യോഗികമായി തന്നെ കോസ്റ്റ് ഗാർഡ് അറിയിക്കുന്നത്. കോസ്റ്റ് ഗാർഡിന്റെ നേവിയുടെയും കപ്പലുകളും ഡോണിയർ വിമാനങ്ങളും സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. കപ്പലിലെ തൊഴിലാളികളെ കേരള തീരത്ത് എത്തിച്ചു കഴിഞ്ഞാൽ ചികിത്സ നൽകാനുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാനം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്.
കോഴിക്കോട് ജില്ലാ കളക്ടർമാർക്ക് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വഴി ഏതായാലും കപ്പലിൽ നിന്നും കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിലും ഇപ്പോൾ സ്ഥിരീകരണമാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതാണ്ട് 4 കപ്പലുകൾ ഈ പ്രദേശത്തു നിന്നും ഈ പ്രദേശത്തേക്ക് നീങ്ങുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രക്ഷാ ദൗത്യത്തിനായി ഒരുപക്ഷെ നമുക്ക് ഷിപ്പ് ട്രാക്കിംഗ് സംവിധാനങ്ങൾ വഴി വെബ്സൈറ്റുകൾ വഴി അതിന്റെ കൂടി വിശദാംശങ്ങൾ നൽകാൻ അല്പസമയത്തിനകം തന്നെ കഴിഞ്ഞേക്കും. സ്വാഭാവികമായും ഇനിയിപ്പോൾ രക്ഷാപ്രവർത്തനത്തിനാണ് മുൻകരുതലുകൾ.